ഇയാളാണ് ഒരു രക്ഷയില്ലാത്ത ആളുണ്ടോ. രക്ഷയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ. അതാണ് നമ്മുടെ ബൈജുവേട്ടൻ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ചെറിയൊരു പരിപാടി കേട്ടോ. എന്ത് പരിപാടി എന്ന് അറിയണ്ടേ? അതായത് ഈ വെൽഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സീരിയസ് കാര്യം ചെയ്യാനില്ല, ഒന്നുമല്ല കേട്ടോ. ഇതാണ് സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചിക്കൻ, അതായത് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് സെറ്റ് ചെയ്തത്. നിങ്ങളിത് അവസാനം വരെ കാണാം. അവസാനം ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ഫ്രെയിമൊക്കെ അടിച്ചിട്ട് അതിനുള്ളിൽ ഇപ്പോൾ കർപ്പൂരം ഇട്ട് കത്തിക്കുന്ന പരിപാടി കേട്ടോ. ഇത് വെച്ചിട്ട് ദീപാവലിക്ക് തീ കൊടുക്കുന്നല്ല. അപ്പോൾ ഇത് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ പിടിപ്പിക്കാൻ. പക്ഷേ ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഒരു കണക്കിന് തീ പിടിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ ബ്ലോവർ കൊണ്ടുവന്ന് അടിച്ചിട്ടാണ് ശരിക്കും ഇവിടെ നമ്മളത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് തീ പിടിച്ചത്. ഇപ്പം നമുക്ക് എല്ലാവരും കാരണം നമ്മൾ മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഊതി എല്ലാം ചെയ്തിട്ടൊന്നും ഇവിടെ നടന്നില്ല. പക്ഷേ ബ്ലോവർ വന്നതോടുകൂടി സംഭവം റേഞ്ച് മാറി. അപ്പം ശരിക്കും ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലത്തേക്കും കനൽ നല്ല ശരിക്കും ചൊകാന്നിരിക്കും കണ്ടോ. നല്ലൊരു വേഗം അറിയാൻ പറ്റൂല്ലേ? ഇതില്ലെങ്കിലും പണിയാ. മണ്ണൊക്കെ വെച്ചിട്ട് കരിയെടുത്ത് കളഞ്ഞാൽ മതി. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അതേപോലുള്ള ചൂടാ. സംഭവം വളരെ പെട്ടെന്ന് അതങ്ങ് വേവും. മീൻ ഇതിനേക്കാൾ പെട്ടെന്ന് വേവും. പിന്നെന്ത് ചെയ്യും? ഞാൻ അതിൻ്റെ കുറേ കണ്ടതാ. എണ്ണ കുറവാണല്ലോ. ഗൈസ്, അപ്പം ഞങ്ങളിതാ നമ്മളെ ഗ്രിൽ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നല്ല അൽഫാം മന്തി. അൽഫാം മന്തി അല്ലല്ലോ, ഗ്രിൽ ചിക്കൻ. നമ്മൾ ഗ്രിൽ ചിക്കൻ ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊട്ട എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? സംഭവം കണ്ടിട്ട് നമ്മൾ തകർക്കൂലേ? ഇത് നമുക്ക് നൈസായിട്ട് എടുത്താൽ വിട്ടാലോ? ഒരു പീസ് എടുത്തിരുന്നുള്ളേ. ചൂട് നോക്കണേ മോനെ. ആ, നീയാണ് ഫസ്റ്റ്. എങ്ങനെയുണ്ട്? വീഡിയോയിൽ പറയണോ? അടിച്ചടേ, ഇത് നമ്മൾ പൊളിക്കൂലേ? അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ അണ്ണാക്കിലേക്ക് കഴിഞ്ഞു. സ്ഥലത്താ ഉപ്പ് കറക്റ്റാ? അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ ഉപ്പ് കറക്റ്റാണെന്നാണ് നോക്കുന്നത്. ഉപ്പ് കറക്റ്റാണ്. ഇത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം ഓടുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് എന്താണ് നമ്മുടെ ചക്കരക്കൂടി കേട്ടോ. ചക്കരക്കൂടി ടേസ്റ്റ് നോക്കാൻ വേണ്ടി വരികയാണേ. വാ നോക്കിയാൽ മോളെ സട്ടി നോക്കിയോ. ചൂടില്ലാണ്ട് നോക്കിയാൽ ചൂടില്ലാതെ ഇവിടെ നിർത്തോ. ഒന്ന് ബാക്ക് സപ്പോർട്ടണേ. ആ, എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറയേ. സൂപ്പർ. രസം. നമുക്കിത് മൊത്തം എടുത്ത് ഓടിയാലോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ പ്ലേറ്റും കൊണ്ട്. ഒന്നും പറയാം, ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. സംഭവം ശരിയാണേ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. അതെ, രസമില്ല കേട്ടോ. രസമില്ല മോനെ. സൂപ്പറാ. മസാല ഉണ്ടാക്കിയ വിടുതലല്ലേ നിങ്ങൾ? മോനെ കൂട്ടാ.
ഇതാട്ടോ ഇവനാണ് ഇതിൻ്റെ മെയിൻ ആള്. ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് പോരാ. അതെ, നല്ല നല്ല നമ്മുടെ ഫ്ലൈറ്റ് ഫാമിലിയുടെ ഓണറും പ്രൊപ്പറേറ്ററും മേഡം ഇതാണ് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മളെ സുഭാഷ് ഏട്ടൻ. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? ഇത് പറഞ്ഞു പറയുമ്പോഴല്ലോ അയ്യേ ഇയാളെന്തത് വീട്ടിൽ പോയി കടന്നുറങ്ങുന്നല്ലേ പറഞ്ഞു. അതാണ് ഇയാൾക്ക് പറയാനുള്ളത്. സൂപ്പറല്ലേ, പൊളിക്കല്ലേ, ഒരു വൈബായില്ലേ? കാരണം ഇയാള് പിന്നെ അത്രയും ക്ഷീണം കേട്ടോ. അന്ന് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ റൂഫിൻ്റെ മേലെ നിന്ന് കളി ഫുള്ള് വെയിൽ കൊണ്ട് അങ്ങ് അങ്ങേ അറ്റായി അല്ലേ എല്ലാവരും. ഈവൻ ഞാനല്ലേ. അത് ശരി. എന്നാ ശരി എന്നാലേ. ചേച്ചേ എന്താണ് പറയാനുള്ളത്? പറയൂ. ചേച്ചി ആകെ കുടുങ്ങി പെട്ടെന്ന്. അയ്യോ ഞാൻ കുടുങ്ങിയല്ലോ എന്ന്. അതെ അല്ല, എന്നിട്ട് ഉഷാറാക്കണ്ടേ നമ്മുടെ ഫ്ലൈറ്റ് ഫാമിലി ഇട്ടത്. ഇവരാട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഫാമിലി ഓണർമാരാട്ടത്. ഇവരെ ഭയങ്കര ഇവരൊക്കെ ഒരു ശരിക്കും ഇവരൊരു റിവഞ്ചാണ്. ഇവരെ റിവഞ്ച് ലൈഫാണ് കേട്ടോ ഇവരത്. വേണ്ട മോനെ തകർത്ത്. നമ്മളെ മെയിൻ ആളിതാ പിന്നെ എവിടെ ഉണ്ട് മൂപ്പർ അവിടെ ഭയങ്കര ഡിസ്കഷൻ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഹലോ സർ, ഹലോ സർ, പ്ലീസ് കാൻ യു പ്ലീസ് കം ഹിയർ. ആ ഇതാ ഇയാളാണ് ഒരു രക്ഷയില്ലാത്ത ആളുണ്ടോ. രക്ഷയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ. അതാണ് നമ്മുടെ ബൈജോട്ടൻ. കോളി ബൈജോട്ടൻ സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കഴിക്കേണ്ട വിശക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും കഴിക്കാം. എന്തായാലും ഈ ഒരു നിമിഷം ഇങ്ങനത്തെ ഒരു നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുക കേട്ടോ. ഓക്കെ. എന്തായാലും ഞങ്ങൾ എന്തായാലും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ദിനം നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിരിക്കണം എന്നാണ് നമ്മുടെ യെസ്, അതാണ് ബൈജുവേട്ടൻ. ഇയാൾക്കിനി 10-12 കിലോമീറ്റർ വണ്ടി കൂടി പോകണം. ഓക്കെ. ഇത് നോക്കിയ മക്കൾസ് നോക്കി കഴിക്കുന്ന നോക്കിയാൽ വച്ചോണേ മോനെ കഴിച്ചേ. എടുത്ത് കഴിക്കാൻ നോക്കട്ടെ. കാലെടുത്ത് പിടിച്ച് കടിക്കാൻ അങ്ങോട്ട്. അല്ല പിന്നെ ആട്ടിക്കളി. ഗൈസ്, ഹൗസ് ഇറ്റ് ഗൈസ്? ഒന്ന് മോളൊന്ന് കടിക്കട്ടെ. മോക്കും കൂടെ കൊടുക്കാൻ. മോള് എനിക്കും താടാ ഒരു കഷ്ണം. ഒരു കടി ഞാനും കടിക്കട്ടെ. മാച്ചോണേ. ഇങ്ങനെയാണെങ്കിൽ സൂപ്പറാ. ഗോഡ്സന് പിന്നെ സമയം കിട്ടുന്നില്ല ഞങ്ങൾക്ക്. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് മതി വ്ളോഗില്ലേ. സമയം കിട്ടുന്നില്ല. എന്നാലും സംഭവം മുടിച്ചിട്ട് കൂത്താ ഇപ്പോഴില്ലേ. എന്നാലും ഏട്ടൻ പോയി കഴിക്കട്ടെ. ഞാൻ പോയി കഴിക്കട്ടെ ഓട്ടെ. അതെ, ഞങ്ങൾക്ക് കൊതേ തീർക്കാൻ വയ്യാന്ന്. ഒരു പീസ് ചെയ്യോ ഇടണേ. അമ്പ ആണോ? കുറച്ചല്ലേ? എന്നാലും ഒരു പ്ലേറ്റ് എടുത്തോടാം അല്ലേ? ഞാനങ്ങോട്ട്. ഓക്കെ. ഇത് സംഭവം എന്ന് വെച്ചാലേ ഒന്ന് പറയാം. നമ്മളാരോടും പറയുന്നില്ല. പറയാം. പറഞ്ഞോ. ആരും അറിയാതെ 2 പീസ് എടുത്തോളണം. അതാണ് നമ്മുടെ പ്ലാന്. ഇതിപ്പോൾ ആരും അറിയില്ല. ഓക്കെ. മോളുണ്ടാവും കൂടെ ഉണ്ടാവില്ലേ? മോള് റെഡി ആട്ടോ, ഒന്നും നോക്കാനില്ല. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോകണേ. ഇതാണ് പ്രശ്നം. എന്നെ കൂട്ടാണ്ട് ഒരു വാക്ക് ചോദിക്കുക. തുടങ്ങിയില്ല. ഞാൻ തുടങ്ങട്ടെ എന്നല്ലേ? ഓക്കെ. പറയാം കൂട്ടാ, രക്ഷയില്ലോ. പക്ഷേ ഇതിൻ്റെ മസാല ഉണ്ടാക്കിയ ആളാട്ടോ. അപ്പോൾ ഒരിക്കലും എന്താണ് സംഭവം ഫ്ലോപ്പ് ആവില്ല. അത്രയും പക്കയാണ്. ഇയാൾ പ്രൊഫഷണൽ ആട്ടോ. പ്രോയാണിത്. തന്തയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആള്. സാധനമുണ്ടോ? വരണ്ടോ? എനിക്ക് ചെയ്ത് കാണാം. പിന്നെ വലുതെടുക്കാം.